ആറ്റിങ്ങൽ ഇരട്ടക്കൊലപാതക കേസിൽ ജാമ്യം തേടിയുള്ള രണ്ടാം പ്രതി അനുശാന്തിയുടെ ഹർജി തള്ളണമെന്ന് കേരള സർക്കാർ സുപ്രീംകോടതിയിൽ. ഗൂഢാലോചനയിൽ അനുശാന്തിക്ക് കൃത്യമായ പങ്കുണ്ട്. ശിക്ഷ റദ്ദാക്കരുതെന്നും സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം. ഡൽഹിയിൽ നിന്ന് ശരത് ലാലുണ്ട്. ശരത്ത്, ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അനുശാന്തിക്ക് കൃത്യമായ പങ്കുണ്ട് എന്നുള്ളത് തന്നെയാണോ നിലപാടൊപ്പം സത്യവാങ്മൂലത്തിലെ മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ്? ആതിര, കൊലപാതകം നടപ്പിലാക്കാനും ഗൂഢാലോചന നടത്താനും പൂർണ്ണമായി അനുശാന്തിക്ക് പങ്കുണ്ടെന്ന് സെഷൻസ് കോടതിയും അതിനുശേഷം കേരള ഹൈക്കോടതിയും കണ്ടെത്തിയിരുന്നു. ഇതിൽ അനുശാന്തിയുടെ കാമുകനായ നിനോ മാത്യു ആണ് ഇതിൽ ഒന്നാം പ്രതി. അദ്ദേഹത്തിന് സെഷൻസ് കോടതി വധശിക്ഷ വിധിക്കുകയും അതിനുശേഷം കേരള ഹൈക്കോടതി കഠിന ജീവപര്യന്തമായി മാറ്റുകയും ചെയ്യുന്നു. 25 വർഷം ജാമ്യം നൽകരുന്ന ഒരു ഉപാധിയോടെ കൂടിയായിരുന്നു കഴിഞ്ഞ 2024 മെയ് 24 ഇത്തരൊരു വിധി ഹൈക്കോടതി പുറപ്പെടുവിച്ചത്. ഈ സാഹചര്യത്തിലാണ് അനുശാന്തിയുടെ ജീവപര്യന്തം കേരള ഹൈക്കോടതി ശരിവെക്കുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിലാണ് തൻ്റെ കണ്ണിന് പോലീസുകാർ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ടെന്നും ആ സാഹചര്യത്തിൽ കണ്ണിന് കാഴ്ചയില്ലെന്നും അതുകൊണ്ട് തന്നെ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി ജാമ്യം വേണമെന്നുള്ള ഒരു ഹർജിയുമായാണ് അനുശാന്തി സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. ഈ സമീപിച്ച സുപ്രീം കോടതി അനുശാന്തിയുടെ ഹർജി നാളെ പരിഗണിക്കാനിരിക്കുകയാണ്. സംസ്ഥാന സർക്കാർ ഇതിനെ എതിർത്തുകൊണ്ടുള്ള സത്യവാങ്മൂലം ഫയൽ ചെയ്തിരിക്കുന്നത്. കാരണം ക്രൂരമായ കൊലപാതകമാണ് 2014 വിഷുവിൻ്റെ പിറ്റേന്ന് അനുശാന്തിയും കൂട്ടാളിയായ നിനോ മാത്യുവും കൂടി നടത്തിയത്. ടെക്നോ പാർക്കിലെ ജോലിക്കാരനായ നിനോ മാത്യുവിനുള്ള ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി തൻ്റെ 3.5 വയസ്സുള്ള സ്വസ്തിക എന്ന മകളെയും അതേപോലെ ഭർത്താവിൻ്റെ അമ്മ ഓമന എന്ന വിജയമ്മയും അതിക്രൂരമായി കൊലപ്പെടുത്തുന്നതിൽ കൂട്ടുനിന്നു എന്നാണ് കേസ്. ഇതിന് പുറമെ അനുശാന്തിയുടെ ഭർത്താവ് ലിജിനെ കൊല്ലാനുള്ള ശ്രമവും നടന്നിരുന്നു. ഇതൊക്കെ ചൂണ്ടിക്കാട്ടി സെഷൻസ് കോടതി ഒന്നാം പ്രതിക്ക് വധശിക്ഷയും കൂട്ടുപ്രതിയും ഗൂഢാലോചനയും തെളിഞ്ഞ സാഹചര്യത്തിൽ അനുശാന്തിക്ക് കഠിന ജീവപര്യന്തവുമായിരുന്നു വിധിച്ചിരുന്നത്. ഇത് കേരള ഹൈക്കോടതി ഒന്നാം പ്രതിയുടെ നിനോ മാത്യുവിൻ്റെ വധശിക്ഷ കഠിന ജീവപര്യന്തമായി കുറച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് ജാമ്യഹർജിയുമായി അനുശാന്തി സുപ്രീം കോടതിയിലെത്തുന്നത്. ഇതൊക്കെ ചൂണ്ടിക്കാട്ടി കേരള സർക്കാർ അനുശാന്തിക്ക് ജാമ്യം അനുവദിക്കുന്നത് ഒരു കുറ്റവാളി എന്ന് 2 കോടതി കണ്ടെത്തിയ ഒരു കുറ്റവാളിയാണ്. അവർക്ക് കണ്ണിനെ പോലീസ് കസ്റ്റഡിയിൽ പോലീസ് ജയിലിൽ വെച്ച് പരിക്കേറ്റു എന്ന് പറയുന്നതിന് കളവാണ്. ഇത് ജാമ്യം ലഭിക്കാനുള്ള ഒരു ഉപാധി മാത്രമെന്നാണ് സത്യവാങ്മൂലം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അത് കേരളത്തിലെ ഞെട്ടിയ ഒരു വളരെ പ്രസിദ്ധമായ ഒരു കേസാണ് ആറ്റിങ്ങൽ ഇരട്ടക്കൊലപാതക കേസ്. ഇതിൽ അനുശാന്തിയുടെ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ തന്നെ കോടതി നേരത്തെ സുപ്രീം കോടതി ഇത്തരമൊരു ജാമ്യ ഹർജി പരിഗണിച്ചിരുന്നു, അത് തള്ളിയിരുന്നു. ഇപ്പോഴാണ് ആരോഗ്യ കാരണങ്ങളാൽ അനുശാന്തി വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. നാളെ 2 മണിയോടെ ഈ കേസ് സുപ്രീം കോടതി പരിഗണിക്കും. ആതിര, ആറ്റിങ്ങൽ ഇരട്ടക്കൊലപാതക കേസുമായി ബന്ധപ്പെട്ടാണ് അനുശാന്തിയുടെ ജാമ്യം തള്ളണമെന്നാവശ്യപ്പെട്ട് കേരള സർക്കാർ സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുന്നത്. ഈ ഗൂഢാലോചനയിലടക്കം അനുശാന്തിക്ക് കൃത്യമായ പങ്കുണ്ട് എന്നുള്ളതാണ് സത്യവാങ്മൂലത്തിൽ പറയുന്നത്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ശരത് ലാൽ ഡൽഹിയിൽ നിന്ന്.